കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമേ ലോകമെങ്ങും മുഴങ്ങാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമേ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിറകതിർ തൂകാൻ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. വിജ്ഞാനമേകും നിറകതിർ തൂകാൻ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു. തോട്ട് ഓഫ് ദ ഡേ പറയട്ടെ? കേൾക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഡോണ്ട് ഹാപ്പൻ, യു ക്രിയേറ്റ് ദം. അവസരങ്ങൾ സംഭവിക്കുന്നതല്ല, നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ക്രിസ് ക്രോസ്. ഞാനാണ് മിസ്. Good afternoon all. Our beloved facilitator Adira Miss and all my dear friends. Welcome to today's class. ഞാനൊരു ചെറിയൊരു ആക്ഷൻ സോങ്ങോട് കൂടി ക്ലാസ് സൈൻ ഇൻ ചെയ്യാം. Teddy bear, turn around. Teddy bear, touch the ground. Teddy bear, reach up high. Teddy bear, touch the sky. Teddy bear, bend down low. Teddy bear, touch your toes. Teddy bear, watch your bed. Teddy bear, rest your head. Teddy bear, say good night. Thank you. കേട്ടോ, റേഞ്ചിന്റെ പ്രശ്നമൊന്നും ക്ലിയർ ആയില്ല കേട്ടോ. ലാസ്റ്റ് ഭാഗമായപ്പോ ക്ലിയർ ആയില്ല. എങ്കിലും കൊള്ളാം. അത് അവസാനം ഉണ്ടാക്കിയതാണോ മാസ്ക്? അതെ മിസ്സേ, ഉണ്ടാക്കിയതാണ്. എടാ, ഏത് പേപ്പർ വെച്ചാ ഉണ്ടാക്കിയേ? എന്തുകൊണ്ടാ ഉണ്ടാക്കിയേ? ഇത് ചാർട്ട് പേപ്പർ ആണ്. സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കാൻ പറ്റണില്ല. തന്നെ ഉണ്ടാക്കിയാണോ? അതെ അതെ. നല്ല രസമുണ്ട്. എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോളൂ. നമുക്കിതൊരു വർക്ക് തന്നിട്ടുണ്ട് മാസ്ക് ഉണ്ടാക്കാൻ. അപ്പൊ അതിന് ഉപകാരപ്പെടുമല്ലോ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, കുറവാണല്ലോ സ്ട്രെങ്ത്? എല്ലാവരോടും പോയി ബാക്കിയുള്ളവര് അറിയില്ല മിസ്, വരുമായിരിക്കും. ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ടോ? കുറച്ച് കുട്ടികൾ പോയിട്ടുണ്ട്. യൂണിറ്റ് 6 ആണ് അത്.
കുറച്ചുകൂടെ പറഞ്ഞിരുന്നല്ലേ സൈക്കോളജിനെ പറ്റി? എവിടെ വരെ പറഞ്ഞു? ഫസ്റ്റ് 2 പാരഗ്രാഫ്. ഫസ്റ്റ് ടു പാരഗ്രാഫ് പറഞ്ഞു. ഇത് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞോ 2 പാരഗ്രാഫും? ഇല്ല. ഓക്കെ, ഈ പാരഗ്രാഫ് ഒന്ന് ഒരാൾ വായിക്കാമോ? ഞാൻ വായിക്കാം. വെരി റീസെന്റ് മുതലല്ലേ മിസ്സേ? അതെ, വെരി റീസെന്റ് ആണോ? 2 പാരഗ്രാഫ് ഉണ്ട്, എടുത്തൂലോ. ഓക്കെ, പറഞ്ഞു. Okay. Very recently, another wing of psychology has shown fast and dynamic process, which is developmental psychology or lifespan psychology. It deals with changes in behavior and cognitive process over the lifespan. Therefore, it is very much related to child psychology and education concerned with education psychology, which all teachers are wanted to know. Child psychology is concerned with the development and behavior of children. The wing of psychology differentiates children from adults and deal with their behavior and development from a practical, systematic point of view. HR, അതെന്താ മിസ്സേ? HR Shafir has defined it as the scientific study of children's behavior and development. യെസ്, നമ്മള് സൈക്കോളജി എന്ന ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നത് അബൌട്ട് സൈക്കോളജി പറഞ്ഞു. സൈക്കോളജി ഏത് വേർഡിൽ നിന്നുമാണ് ഡിഫൈൻ ചെയ്ത് വന്നിരിക്കുന്നത്? ഗ്രീക്ക്. വേർഡിൽ നിന്ന്. ഓക്കെ, psych means സോൾ. soul and logos means സയൻസ്. okay, science. It's called science of soul അല്ലെ? അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? സയൻസ് ഓഫ് സോൾ എന്നാണ് അബൌട്ട് സൈക്കോളജി അറിയപ്പെടുന്നത്, ആത്മാവിന്റെ ശാസ്ത്രമല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Very recently, another wing of psychology has shown fast and dynamic progress, which is developmental psychology. അപ്പൊ നമ്മൾ പറഞ്ഞ സൈക്കോളജിക്ക് വിവിധ തരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ടല്ലോ അല്ലെ? പല ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് അതിലുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഒരു സൈക്കോളജിയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചു. ഇനി അതുപോലെ വരുന്ന ഒരു പാർട്ടാണ് എന്താ? ഡെവലപ്മെന്റൽ സൈക്കോളജി അഥവാ വികസന മനഃശാസ്ത്രമാണ്. അതെന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്? ലൈഫ് സ്പാൻ സൈക്കോളജി ആണ്. അതെ, ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറഞ്ഞാല് എന്തിനെ കുറിച്ചുള്ളതാണ്? ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ജീവിത കാലഘട്ടമാണോ? ആ ഒരു ലൈഫുമായി ചുറ്റപ്പെട്ട് വരുന്ന, ലൈഫിലെ വിവിധ തരത്തിലുള്ള പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേറ്റസ് ആണ് ഇതിൽ വരുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജി അഥവാ വികസന മനഃശാസ്ത്രം. ലൈഫിൽ ഉണ്ടാവുന്ന പ്രോഗ്രസ്സുകള്, ചേഞ്ചസ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ബർത്ത് ടു ഡെത്ത് വരെയുള്ള. വെരി ഗുഡ്, അവിടെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡൈനാമിക് പ്രോഗ്രസ് വിച്ച് ഈസ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അതെന്താണ് ഡീൽ ചെയ്യുന്നത്? ഡെവലപ്മെന്റൽ സൈക്കോളജി ഇതിനെ കുറിച്ചുള്ള പഠനമാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ബിഹേവിയർ, ചേഞ്ചസ് ഇൻ ബിഹേവിയർ ആൻഡ് cognitive process over the lifespan. ഒരാളുടെ ലൈഫിലെ ബിഹേവിയറിനെ കുറിച്ച് വൈജ്ഞാനികമായിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണത് ഡെവലപ്മെന്റൽ സൈക്കോളജി അഥവാ വികസന മനഃശാസ്ത്രത്തെ
നമ്മൾ പഠിക്കുന്നത്. Okay. It deals with, underline ചെയ്യാം, it deals with developmental psychology deals with changes in behavior and cognitive process over the lifespan. Okay. Developmental psychology എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? എന്തിനെയാണ് അത് ഡീൽ ചെയ്യുന്നത്? deals with the പറയൂ. Behavior and cognitive Yes, changes in behavior and cognitive process. Therefore, it's very much related to child psychology and education psychology, which all teachers are wanted to know. അപ്പോ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ എന്താണ് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സൈക്കോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എന്താണ് ചൈൽഡ് സൈക്കോളജി അല്ലെ, കുട്ടികളുടെ മനഃശാസ്ത്രം കൂടി എല്ലാ ടീച്ചേഴ്സും എന്താണ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ചൈൽഡ് സൈക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? Child psychology is concerned with the development and behavior of children. കുട്ടികളെ കുറിച്ചുള്ള മനഃശാസ്ത്രത്തിൽ എന്താണ് പഠിക്കേണ്ടത്? കുട്ടികളുടെ ഡെവലപ്മെന്റ് അവരിലുണ്ടാവുന്ന ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു പഠനമാണത് ചൈൽഡ് സൈക്കോളജിയിൽ ഉൾപ്പെടുന്നത്. ചൈൽഡ് സൈക്കോളജി ഈസ് കൺസേൺഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ. അപ്പൊ ഒരേപോലെ തന്നെ സൈക്കോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ എന്താണ് ചൈൽഡ് സൈക്കോളജി. 3 കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എല്ലാ അധ്യാപകരും. Okay. Then this scheme of psychology differentiates children from adults and deals with the behavior and development from a practical systematic point of view. H.R. Shafir has defined it as the scientific study of children's behavior and development. അപ്പോ അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവില് H.R. ഷാഫിർ എന്ന അദ്ദേഹം എന്താണ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് എന്താണ് അദ്ദേഹം പറയുന്നത്? സൈക്കോളജിയെ പലരും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്? സൈക്കോളജി ഡിഫറൻഷിയേറ്റ്സ് ചിൽഡ്രൻ ഫ്രം adults and deals with their behavior and development from practical and systematic point. അദ്ദേഹം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഈ ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ്. ഇതെന്താണ്? സയന്റിഫിക് സ്റ്റഡി ആണ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. കുട്ടികളെ കുറിച്ചിട്ടുള്ള ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. Explain the scope of psychology with reference to branches in psychology. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പ്യുവർ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി എഴുതണോ? രണ്ടും എഴുതണോ? Explain the scope of psychology with reference to branches in psychology. Scope of psychology with reference to branches in psychology. അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ എഴുതണ്ടേ? അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എവിടെ കിട്ടി? ഈ ക്വസ്റ്റ്യന് ഞാൻ സൈക്കോളജി പഠിക്കുന്നുണ്ടായിരുന്നു ഡിഗ്രിക്ക്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ ഇപ്പൊ ഇരിപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആയത്. സ്കോപ്പ് ഓഫ് സൈക്കോളജി. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് സൈക്കോളജി വിത്ത് റെഫറൻസ് ടു ബ്രാഞ്ചസ് ഇൻ സൈക്കോളജി. മനസ്സിലായില്ല? അതായത് സ്കോപ്പ് ഓഫ് സൈക്കോളജിയുടെ സ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എന്തിന്റെ റെഫറൻസിന്റെ ബേസിസില്? അപ്ലൈഡ് സൈക്കോളജി. അപ്പൊ എന്താ എഴുതുന്നത്? സ്കോപ്പ് എന്താണെന്ന് എഴുതണം, അപ്ലൈഡ് സൈക്കോളജി എന്താണെന്ന് എഴുതണം. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? Explain the scope of psychology with reference to branches in psychology. ആ 2 branches എന്താണെന്ന് എഴുതണം, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. എന്തോ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഡിസ്ക്രിപ്റ്റീവ് അല്ലേ ക്വസ്റ്റ്യൻ? ഡിസ്ക്രിപ്റ്റീവ്. സ്കോപ്പ് എന്താണെന്ന് എഴുതണം, സൈക്കോളജിയുടെ ബ്രാഞ്ചസ് എഴുതണം, അതിന്റെ സ്കോപ്പ് എഴുതണം. സ്കോപ്പ് എഴുതണം, രണ്ടും എഴുതണം. എല്ലാ ബ്രാഞ്ചസും എഴുതണം, സ്കോപ്പും എഴുതണം. എല്ലാ ബ്രാഞ്ചസും അല്ല, 2 ബ്രാഞ്ചസ്. ഏതൊക്കെ ബ്രാഞ്ചാണ് വന്നിരിക്കുന്നത്? അപ്ലൈഡ് സൈക്കോളജി, പ്യുവർ സൈക്കോളജി അല്ലേ? രണ്ടും എഴുതണ്ട്. രണ്ടിനെ കുറിച്ച് എഴുതണം. അപ്പൊ അതിൽ വരുന്ന സബ് ഹെഡിങ്സുകൾ ഉണ്ടാവും. പ്യുവർ സൈക്കോളജി ജനറൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഇതെല്ലാം
അതെല്ലാം എന്താണെന്നുള്ള രീതിയിൽ ചെറുതായി എക്സ്പ്ലെയിൻ ചെയ്യുക. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. 15 മാർക്കിന്റെ. അപ്പൊ ഇത് രണ്ടും വിശദീകരിച്ച് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആദ്യം കെട്ടി കൊടുത്തിട്ട് അല്ലെങ്കിൽ സൈക്കോളജി ആദ്യം എന്താണെന്ന് ഡെഫിനിഷൻ കൊടുക്കുക. സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്താണെന്ന് എഴുതാം. പിന്നെ അതിനുശേഷം ഓരോ ബ്രാഞ്ചും എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിഗ്രിയുടെ സൈക്കോളജിയുടെ. ആൻസർ ചെയ്യേണ്ടത് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. എല്ലാ സൈക്കോളജി ആയിട്ട് അതിന്റെ അടിയിൽ വരുന്ന ഓരോ ബ്രാഞ്ചസ് വരില്ലേ, ഓരോന്നിനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താണ്, അതെന്തുമായി ബന്ധപ്പെട്ട് വരുന്നു, ഇതിനെക്കുറിച്ച് സ്റ്റഡി ആകുന്നത് മാത്രം വരെ. അപ്പൊ ഈ ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ എന്താ മിസ്സേ? ആസ്ട്രോളജി ഇതിന്റെ ബ്രാഞ്ചിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ല, അതെന്തോ അതിനകത്തൊരു ക്വസ്റ്റ്യൻ കണ്ടത് ആസ്ട്രോളജി എന്ന് പറഞ്ഞേ. ആസ്ട്രോളജി ഇതിനെ കുറിച്ചുള്ള ശാസ്ത്രമല്ലല്ലോ, സൈക്കോളജി ആയിട്ട് റിലേറ്റഡേ അല്ല. ആസ്ട്രോളജി ജ്യോത്സ്യം അങ്ങനെയല്ലേ? ശാസ്ത്രമാണ് അത്, സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് അല്ല. അപ്പൊ അത് ഓപ്ഷൻസ് കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഹിൻസിലുള്ളതായിരിക്കും. ഓപ്ഷൻസ് ആണോ? അത് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അതിനകത്ത് കൊടുത്തേക്കുന്ന ആസ്ട്രോളജി എന്നാന്നേ. അത് ആസ്ട്രോളജി എന്താന്ന് എഴുതാനായിരിക്കുള്ളൂ കേട്ടോ. ഇതിപ്പോ പെട്ടെന്ന് ഡിഗ്രിയിലോട്ട് പോയോ? ഞാനിപ്പം എനിക്കാണെങ്കിൽ അതിന്റെ 2 സൈക്കോളജി ഉണ്ടായിരുന്നു, 3rd-ലും 4th-ലും. അപ്പം ഒരെണ്ണം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജി ഒരെണ്ണം. അപ്പൊ ഞാൻ എടുത്തു വെച്ച് നോക്കുമായിരുന്നു. ഇത് വലിയ സംശയങ്ങൾ ചോദിക്കപ്പെട്ടാ എനിക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് 15 മാർക്കൊന്നും ചോദിക്കല്ലേ, നമുക്കൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണേ. അത് മോണ്ടിസോറിക്ക് നമ്മള് ഡിഗ്രിക്ക് 15, ബി.എഡിനൊക്കെ 15, അതിലൊക്കെ കൂടുതൽ മാർക്കിൽ എടുത്തിട്ട് എത്ര പേജസ് എഴുതണം, വേറെ പേജസ് എഴുതി കിട്ടണമെന്നറിയോ? അത് വായിക്കുന്ന ടീച്ചർമാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുന്നത്. നമ്മൾ എഴുതിയത് മുഴുവൻ കംപ്ലീറ്റ് വായിക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ സംശയം? ഇല്ല മിസ്സേ. എവിടെയാ സൈക്കോളജി ചെയ്യുന്നത്, എവിടെയാ പഠിക്കുന്നത്? ഞാൻ BA എക്കണോമിക്സ് ആയിരുന്നു ഡിഗ്രി, അതിലുള്ള ഒരു വിഷയം സൈക്കോളജി. HR ഷഫീറിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് എന്താണ് അദ്ദേഹം ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നത്? സയന്റിഫിക് സ്റ്റഡി ആണെന്നാണ് അല്ലെ. ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ്. കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനവുമാണ്. മാത്രമല്ല അതോടൊപ്പം തന്നെ എന്താണ്, ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ പെരുമാറ്റത്തെ കുറിച്ചും അവരുടെ വികസനത്തെയും കുറിച്ചിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി ആണെന്നാണ് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞത് എന്താണ്, ചൈൽഡ് സൈക്കോളജി എന്താണെന്നാണ് പറഞ്ഞത്? ചൈൽഡ് സൈക്കോളജി ഇസ് എ കൺസേൺ വിത്ത് ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ. അത്രയും പറയുന്നുള്ളൂ അല്ലെ. ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം എന്താ പറയുന്നത്? ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി അല്ലെ. അത് വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനമാണ്. കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ചും ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ് ചൈൽഡ് സൈക്കോളജി എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, ചിലപ്പോ ഈ ഒരു പോയിന്റ് തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കാം. ഓക്കെ, ചിലപ്പോ 2-3 സൈക്കോളജിസ്റ്റുകളുടെ പേര് തരാം. അപ്പൊ ഈ പേരൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. HR ഷഫീർ എന്നുള്ള പേര് നോക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഫൈനൽ എക്സാമിന് ചോദിച്ചാലോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ടീച്ചേഴ്സും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധമാണ്. എന്തെങ്കിലും ബന്ധമുണ്ടോ ടീച്ചേഴ്സും നമ്മുടെ മനഃശാസ്ത്രവും തമ്മിൽ, അധ്യാപകരും മനഃശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ എന്താണ് അങ്ങനെ പറയണേ അല്ലേ? അതന്നെയല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, ബന്ധമുണ്ടോ ചോദിച്ചു പറഞ്ഞ ടീച്ചേഴ്സ് കുട്ടികളുടെ സൈക്കോളജി അറിയണമല്ലോ. ടീച്ചേഴ്സ് കുട്ടികളുടെ സൈക്കോളജി അറിയാം. പിന്നെ വേറെന്തൊക്കെ സൈക്കോളജി അറിയണം? എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിയണ്ടേ? അറിയണം. സൈക്കോളജി അറിയണം, ഡെവലപ്മെന്റൽ സൈക്കോളജിയും അറിയണം. അതുപോലെ തന്നെ എന്താണ്, ചൈൽഡ് സൈക്കോളജി അധ്യാപകരെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ കുട്ടികളെ നമ്മൾക്ക്
പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് അധ്യാപകനും സൈക്കോളജിയും തമ്മിൽ നമുക്ക് നോക്കാം. Education is simple terms is the modification of behavior of children in a controlled environment to shape the behavior of the subjects and bring positive changes. It is necessary to study the science of behavior. എന്താണ് എഡ്യൂക്കേഷൻ ഇവിടെ പറയുന്നത്? എന്താണ് എഡ്യൂക്കേഷനെ സിമ്പിൾ ടേംസിൽ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്താണ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ പെരുമാറ്റത്തെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? എഡ്യൂക്കേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് സിമ്പിൾ ടേംസ് ഇസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെന്റ്. അതായത് ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രിത ചുറ്റുപാടില് കുട്ടികളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എഡ്യൂക്കേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ടു ഷേപ്പ് ദ ബിഹേവിയർ ഓഫ് ദ സബ്ജക്ട് ആൻഡ് ബ്രിങ് പോസിറ്റീവ് ചേഞ്ചസ്. ബിഹേവിയർ ഒന്ന് മോഡിഫൈ ചെയ്യും, ഷേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കും അതിൽ കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അല്ല, അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകളും ചേഞ്ചസുകളും ആയിരിക്കും എഡ്യൂക്കേഷനിലൂടെ നമ്മൾക്ക് പ്രാപ്തമാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് necessary to study the science of behavior. So educationലൂടെ നമുക്ക് എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? study the science of behavior എന്നാണ് ഇവിടെ പറയുന്നത്. All teachers have to understand the children with whom they interact. എല്ലാ അധ്യാപകരും എന്തായിരിക്കണം എന്നാണ് പറയുന്നത്? ഇങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. All teachers have to understand the children. അല്ലെ? അവർക്ക് ചുറ്റുമുള്ള കുട്ടികളായിട്ട് എന്താണ്? അവർക്ക് തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരായിരിക്കണം, മനസ്സിലാക്കാൻ കഴിയണം, അല്ലെ? അവരോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് കഴിയണം, അല്ലെ? അധ്യാപകരും കുട്ടികളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനും കുട്ടികൾക്ക് അധ്യാപകരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിരുന്നാലും എന്താണ്? അധ്യാപകര് കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കണം, കുട്ടികളെ മനസ്സിലാക്കിയിട്ട് വേണം അവരെ നമ്മൾ പഠിപ്പിക്കാനായിട്ട്. It is necessary that they should know how they think, how they react to the environment, strength and weakness of their personality, etc. അപ്പോ ഒരു കുട്ടിയെ മനസ്സിലാക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഒരു അധ്യാപിക എന്നാല് കുട്ടിയെ മനസ്സിലാക്കുന്നവരായിരിക്കണം. കുട്ടിയുടെ എന്തൊക്കെ കാര്യങ്ങള് അധ്യാപിക മനസ്സിലാക്കിയിരിക്കണം? ഹൗ ദേ തിങ്ക്, അവർ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, എൻവയോൺമെന്റുമായി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, അല്ലെ? അവരുടെ ബലഹീനതകൾ, അവരുടെ സ്ട്രെങ്ത്, അവരുടെ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ചായിരിക്കണം അധ്യാപിക അറിയുന്നത്, അല്ലെ? അധ്യാപിക അവരുടെ സ്കില്ലും നോളജും മാത്രമല്ല, മറ്റ് അവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെ? ഓൾ കാര്യങ്ങളും എന്താണ്? അധ്യാപിക അറിഞ്ഞിരിക്കേണ്ടതാണ്. യെസ്, ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, ആ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയുള്ള ഒരു കുട്ടിയാണെന്ന് അധ്യാപികക്ക് മനസ്സിലാക്കിയിരിക്കണം. യെസ്, അറ്റ് ദ സെയിം ടൈം എ ടീച്ചർ ഹാസ് to know that two individuals are not similar and they have several different aspects. അതേസമയം തന്നെ ഒരു അധ്യാപിക കുട്ടിയെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ്? രണ്ട് കുട്ടികളും രണ്ട് വ്യക്തികളാണെന്ന് കൂടി അധ്യാപിക മനസ്സിലാക്കിയിരിക്കണം, അല്ലെ? എന്താണ് നമ്മൾ പഠിച്ചത്? എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉള്ളവരാണ്, അല്ലെ? എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ട്. അവര് രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസ് ആണെന്ന്. രണ്ട് കുട്ടികൾ എന്തെങ്കിലും രണ്ടുപേർക്കും ഒരേ സ്വഭാവമായിരിക്കില്ല, അല്ലെ? ഒരേ ബിഹേവിയർ ആയിരിക്കില്ല. എന്താണ്? അവർ സിമിലർ ആണെന്ന് വിചാരിക്കാൻ പാടില്ല. കുട്ടികളുടെ ഇൻഡിവിജ്വലി വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ആ ഒരു ആസ്പെക്ട്സ് എന്താണ്? അധ്യാപിക കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, യെസ്, കേൾക്കുന്നുണ്ടല്ലോ ക്ലാസ്? Every individual is unique in nature. എല്ലാ ഇൻഡിവിജ്വൽസും എങ്ങനെയാണ്? എല്ലാ വ്യക്തികളും എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്? യൂണിക് ആണ്, അല്ലെ? യെസ്, അറ്റ് ദ സെയിം ടൈം യൂണിക് ആണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താണ്? When the individuals come together, the nature of the behavior changes.
എല്ലാവരും വ്യത്യസ്തരാണെങ്കിൽ കൂടി എന്താണ് അവര് ഒരുമിച്ച് ചേരുന്ന സമയത്ത് എന്താണ് അവർക്ക് എന്ത് സംഭവിക്കുന്നു? ബിഹേവിയർ ചേഞ്ചസ് സംഭവിക്കുന്നു. അല്ല, നമ്മളിപ്പോ പിയർ ഗ്രൂപ്പ്സിനെയൊക്കെ പഠിച്ച സമയത്ത് പറഞ്ഞില്ലേ, അവരുടേതായ കുറെ തോട്ട്സും ആസ്പിറേഷൻസും അപ്രൂവലൊക്കെ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവർ തമ്മിൽ കൂട്ടിച്ചേരുന്ന സമയത്ത് എന്താണ് എല്ലാ ഇമോഷൻസും ഒന്നായി തീരുന്നത് അല്ലെ. അവർക്ക് പല രൂപത്തിലുള്ള ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാകും. ഇപ്പൊ പ്രായക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ, അവർക്ക് ഇമോഷൻസ് ഒക്കെ ഒരേപോലെയാണ്. ഒരുമിച്ച് ചേർന്നതിന് എന്താണ് എല്ലാം ഒരേപോലെ കൊണ്ടുപോകാനും ഒരേ രീതിയിൽ ചിന്തിക്കാനൊക്കെ കഴിയുന്നവരായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, സെയിം ടൈം രണ്ട് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ചേരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? നേച്ചറിനും അതുപോലെ തന്നെ എന്താണ് ബിഹേവിയർ ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത്. പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു രണ്ട് വ്യക്തികള് കൂടിച്ചേരുന്ന സമയത്ത്. As a teacher is very often expected to deal with a group of students. It has to know the psychology of the groups as well as the psychology of the individual in the group and influence of group of the individual. അധ്യാപകർ എന്തിനാണ് കുട്ടികൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അധ്യാപകർ കുട്ടികൾക്ക് എന്തിനാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് അവരുടെ സ്കില്ല് ഇന്ററാക്ഷൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്. അപ്പൊ ഗ്രൂപ്പായിട്ട് പെരുമാറുന്ന സമയത്ത് എന്താണ് അവരിൽ വേറെ തരത്തിലുള്ള ബിഹേവിയർ ആണ് രൂപപ്പെടുന്നത്. ദെൻ ഗ്രൂപ്പ്സിൽ വേറൊരു ബിഹേവിയറും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിലായിരിക്കും എന്തായിരിക്കും അവരിൽ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചുറ്റും ഒരുപാട് പേരുള്ള സമയത്ത് എന്താണ് അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ നോക്കുന്നത് അല്ലെ. പക്ഷെ അപ്പൊ നമുക്ക് അഭിപ്രായങ്ങൾക്ക് പറയാനൊരു ധൈര്യം ഉണ്ടായിരിക്കും, അത് കൂടെ ചുറ്റിന ഒരാളുണ്ടെന്നുള്ളത് അല്ലെ. അതേപോലെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും പുറത്തു വരുന്നത്. ഗ്രൂപ്പിൽ വേറെ ബിഹേവിയറും കാണിക്കാം, ഇൻഡിവിജ്വലിൽ ഇരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ തന്നെയാണ് അല്ലെ. അപ്പൊ രണ്ടിലും വ്യത്യാസങ്ങളുണ്ട്. ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ ആവുന്ന സമയത്ത് എന്താണ് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പൊ അധ്യാപകർക്ക് അത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. The teacher must have awareness about the socio-cultural program also. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, കുട്ടികള് പരസ്പരം വ്യത്യസ്തരാണ്. രണ്ട് കുട്ടികൾ കൂടി ചേരുന്ന സമയത്ത് എന്താണ് അവരില് രണ്ട് തരത്തിലുള്ള ബിഹേവിയേഴ്സ് രൂപപ്പെടുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ വേറെ രീതിയിലുള്ള ബിഹേവിയർ ആണ് അവർ കാണിക്കുന്നതെങ്കിൽ ഇൻഡിവിജ്വലി എങ്ങനെയായിരിക്കും മറ്റൊരു ബിഹേവിയർ ആയിരിക്കും അവർ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അധ്യാപിക എന്തുകൂടെ അറിഞ്ഞിരിക്കണം? സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാംസിനെ കുറിച്ചിട്ട്. എന്താണ് സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്? സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാംസ് എന്താണ്? സാമൂഹ്യ ക്ഷേമ പരിപാടി, കലോത്സവം, ആനുവൽ ഡേ കുറിച്ച് അല്ലെ. കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാംസിനെ കൂടിയിട്ട് അതിനെ കുറിച്ചുള്ള ഒരു അറിവ് ആർക്കുണ്ടായിരിക്കണം? അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, കുട്ടികളെ മാത്രമല്ല അറിയേണ്ടത്, കുട്ടികളുടെ സൈക്കോളജി മാത്രമല്ല, അല്ലാതെ മറ്റ് ആക്ടിവിറ്റീസിൽ മറ്റ് പ്രോഗ്രാംസ് പ്രത്യേകിച്ച് സോഷ്യോ കൾച്ചറൽ സാമൂഹ്യ സാംസ്കാരിക പ്രോഗ്രാംസിനെ കുറിച്ചുള്ള പരിപാടികളെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കൂടി ആർക്കുണ്ടായിരിക്കണം? അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? എന്നിരുന്നാലും അധ്യാപികയ്ക്ക് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എല്ലാവരും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കുന്നവരായിരിക്കണം. ഓക്കെ, ഒരു കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അവരെങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവരുടെ മൊത്തം പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ട് അധ്യാപികയ്ക്ക് അറിവുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ഒരു അവബോധം കൂടി അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം. യെസ്, then as a teacher deals with the children's processing of knowledge,
She is expected to know the process of involved in the obtaining of knowledge. A teacher deals with the children processing of knowledge. അധ്യാപികയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അധ്യാപിക എന്താണ് ഡീൽ ചെയ്യുന്നത്? കുട്ടികളിലെ നോളജ് പ്രോസസ്സിംഗ് ചെയ്യുന്നത് അല്ലെ? കുട്ടികളിൽ അറിവുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്താ അധ്യാപിക പൂർണ്ണമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? She is expected to know the process involved in the obtaining of knowledge. അപ്പോ അതിൽ നിന്ന് അറിവ് പകർന്നു കൊടുക്കുന്നതോടും നല്ല കുട്ടികളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ആ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടണം. കുട്ടികൾക്ക് വെറുതെ അറിവ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയോ? ഇല്ല അല്ലെ? അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുകയും വേണം. വെറുതെ അറിവ് അങ്ങോട്ട് പകർന്നു മാത്രം കൊടുത്താൽ മതി. കുട്ടികൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചു എന്ന് കൂടി കൺഫേം ചെയ്യേണ്ടതില്ലേ? Okay. Besides, she must have knowledge of how to improve. ഇനി അത് മാത്രമല്ല, നോളജ് പ്രോസസ്സിംഗ് മാത്രമല്ല അധ്യാപിക മനസ്സിലാക്കേണ്ടത് എന്തുകൂടിയുണ്ട്? Besides, she must have knowledge of how to improve knowledge of the children so that may process it properly. അപ്പോ എങ്ങനെയൊക്കെ ഈ നോളജ് ഇംപ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് ആ നോളജ് പ്രോസസ് എത്രത്തോളം പ്രോപ്പറായിട്ട് എത്രത്തോളം നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് കൂടി എന്താണ് അധ്യാപിക ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെയിനായിട്ട് എന്താണ് പറയുന്നത്? നോളജ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാം, അതിൽ എത്രത്തോളം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അത് അധ്യാപിക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. Then it is important that a teacher must know what type of knowledge item can be absorbed mentally by children of a particular age group. ഇവിടെ എന്താ പറയുന്നത്? അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? must know what type of knowledge, ഏത് തരത്തിലുള്ള ഒരു അറിവാണ്, ഏത് തരത്തിലുള്ള നോളേജ് ആണ് കുട്ടികള് അബ്സോർബ് ചെയ്യേണ്ടത്. അവർക്ക് പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഇന്ന പ്രായത്തില് നമുക്കറിയാലോ, ഓരോ പ്രായത്തിൽ ഓരോ നോളജ് ആണ് നമുക്ക് അധ്യാപികമാര് പഠിപ്പിച്ചു തരുന്നത് അല്ലെ? നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ഓരോ പ്രായത്തിൽ എങ്ങനെയായിരിക്കണം? ആ പ്രായത്തിലുള്ളത് മാത്രമേ ആ കുട്ടികൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഏത് ടൈപ്പ് നോളജ് ആയിരിക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അധ്യാപികർക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഏത് പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് അറിവ് പറഞ്ഞു കൊടുത്താലും നമ്മളത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കാണോ പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം ആ നോളജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കേട്ടിരുന്നോളൂ കേട്ടോ. In short, psychology helps teachers in deciding what to teach, who to teach and how to teach. അപ്പൊ ഇവിടെ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി സബ്ജക്ട് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളെ മാത്രമല്ല അവിടെ പഠിപ്പിക്കേണ്ടത് അല്ലെ? കുട്ടികളുടെ മാത്രം പുരോഗതി എല്ലാം അവിടെ ഉൾപ്പെടുന്നതാണ്. ടീച്ചേഴ്സിനും കൂടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ കുറെ റെലവൻസ് ഒക്കെ പഠിച്ചു. എന്തിനാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? കുറെ റെലവൻസുകൾ, ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ലാസ്റ്റ് ഒരു പോയിന്റിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു അധ്യാപികക്ക് തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നത് എന്നൊരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? In short, psychology helps. ഒരു അധ്യാപികയെ മനഃശാസ്ത്രം എന്തിനൊക്കെ സഹായിക്കുന്നു? What to teach, എന്ത് പഠിപ്പിക്കണം, who to teach, ആരെ പഠിപ്പിക്കണം, and how to teach, എന്താണ് എങ്ങനെ പഠിപ്പിക്കണം എന്നൊരു ചിന്താഗതിയിലേക്കാണ് സൈക്കോളജി മനഃശാസ്ത്രം അധ്യാപികയെ കൊണ്ടെത്തിക്കുന്നത്. ഇതാണ് സൈക്കോളജി അധ്യാപികരെ സഹായിക്കുന്നത്. എങ്ങനെയാണ്? What to teach, എന്ത് പഠിപ്പിക്കണം, then who to teach, ആരെ പഠിപ്പിക്കണം, then how to teach, അതാണ് ഇമ്പോർട്ടന്റ്, എങ്ങനെ പഠിപ്പിക്കണം. ഓക്കെ, ആ ഒരു സമീപനത്തിലാണ് സൈക്കോളജി അധ്യാപികയെ എത്തിക്കുന്നത്. ഓക്കെ, ഇത് അണ്ടർലൈൻ ചെയ്യണേ. In short, psychology helps teachers തുടങ്ങിയിട്ട് how to teach വരെ അണ്ടർലൈൻ ചെയ്തതാണ്. യെസ്, ആ പാരഗ്രാഫ് മനസ്സിലായോ?
പാരഗ്രാഫ് മനസ്സിലായോ? മനസ്സിലായി മിസ്. യെസ്. ഇത് കുറെ പേര് അബ്സെന്റ് ആണ് അല്ലെ? കുറെ പേരൊന്നും മിണ്ടുന്നില്ല. ഇവിടെ സംസാരിക്കുന്ന കുറെ പേരൊക്കെ അബ്സെന്റ് ആണ്. ഇല്ല, സഫി ഇല്ല, വിദ്യ ഇല്ല. ഞാനുണ്ട് കേട്ടോ. എനിക്ക് ഇതെന്താ മൈക്ക് മിണ്ടാത്തത്? മൈക്ക് ഓപ്പൺ ആക്കാൻ പറ്റാത്ത സ്ഥലത്താ, അതുകൊണ്ടാ. Okay, last paragraph നോക്കാം. As the children undergoing pre-primary education are very young and not much expected of the society or large environment, a teacher must be intensively careful in dealing with them. അതായത് ഒരു അണ്ടർഗോയിങ് ചിൽഡ്രൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലെ പ്രത്യേകിച്ച് എന്തായിരിക്കും, അവിടെ നിന്ന് നമ്മളൊരു എന്താണ് വലിയൊരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഒരു അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കില്ല അല്ലെ? അവിടെ എങ്ങനെ കുട്ടികളെ ഡീല് ചെയ്യാം, പ്രത്യേകിച്ച് പ്രീ പ്രൈമറി കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യാന്നായിരിക്കും അധ്യാപിക ആദ്യം നോക്കുന്നത് അല്ലെ? അല്ലാതെ പ്രീ പ്രൈമറി സ്കൂൾ സ്റ്റേജിൽ വരുന്ന കുട്ടികളെ നമ്മൾ സോഷ്യലൈസേഷൻ എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ നോക്കാം. അവരൊരു എന്താണ് സിറ്റിസൺ ആക്കിയൊക്കെ മാറ്റാനായിരിക്കും ആദ്യം നോക്കുന്നത്. അല്ല, അവരെങ്ങനെ നമ്മൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കും, അത്രയുള്ള ആ ഒരു ഏജിലുള്ള കാറ്റഗറിയിലുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം, കെയർഫുൾ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യാന്നായിരിക്കും അധ്യാപിക ആദ്യം നോക്കുന്നത്. ഓക്കെ, ദേ ആർ വെരി സബ്റ്റിൽ ആൻഡ് സെൻസിറ്റീവ്. അങ്ങനെ തന്നെയാണോ ടെക്സ്റ്റിൽ കിടക്കുന്നത്? അതെ. സബ്റ്റിൽ ആൻഡ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മീനിങ്? എന്താണ് സെൻസിറ്റീവ് ആണ്. കുട്ടികൾ എങ്ങനെയാണ്? നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെ? പെട്ടെന്ന് കരയുന്ന, പെട്ടെന്ന് ചിരിക്കുന്ന, ഇമോഷൻസ് ഡിക്ലേ ചെയ്യുന്ന ഒരു കാറ്റഗറി ആയിരിക്കും പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലെ കുട്ടികൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും? They are likely to absorb or internalize anything they come across. അപ്പൊ ആ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ എല്ലാ കാര്യങ്ങളും അബ്സോർവ് ചെയ്യുന്ന വിധത്തിലായിരിക്കും, എന്ത് കിട്ടിയാലും സ്വീകരിക്കുന്ന തരത്തിലായിരിക്കും അവരുടെ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അവരെ മറ്റു പ്രോബ്ലംസ് ഇന്റർണലൈസ് ആയിട്ടുള്ള ഒന്നും തന്നെ കുട്ടികളെ ബാധിക്കുന്നതില്ല അല്ലെ? പ്രത്യേകിച്ച് ചെറിയ കുട്ടികളായത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ്, എല്ലാ കാര്യങ്ങളും അബ്സോർവ് ചെയ്യുന്നവരായിരിക്കും. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല. Then a teacher who is engaged in adjusting the very young generation of the society is expected to have a good knowledge of psychology of the children. അധ്യാപികയെ സംബന്ധിച്ചുള്ള അധ്യാപിക എങ്ങനെയായിരിക്കണം എൻഗേജ് ചെയ്യേണ്ടത്? അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, ഈ ഒരു ജനറേഷനോട് എങ്ങനെയെങ്കിലും എന്താണ് എൻഗേജ് ചെയ്യണം, അഡ്ജസ്റ്റബിൾ ആയിട്ടായിരിക്കണം അധ്യാപിക എൻഗേജ് ചെയ്യേണ്ടത്. വളരെ യങ് ജനറേഷൻ ആണ്, അപ്പൊ അവരെ പ്രത്യേക രീതിയിലായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. Then generation of the society is expected to have a good knowledge of psychology of the children. എന്താ പറയുന്നത്? അതായത് യുവതലമുറയെ, യങ് ജനറേഷൻ ഉദ്ദേശിക്കുന്നത് യുവതലമുറയെ ക്രമീകരിക്കുന്നതില് ഒരു അധ്യാപകന് എന്താണ്, കുട്ടികളുടെ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് എന്താണ് പൂർണ്ണമായിട്ടൊരു നോളജ് ഉണ്ടായിരിക്കണമാണ്. ഓക്കെ, അതായത് യുവതലമുറയെ കെട്ടിപ്പടുക്കുന്നതില് അധ്യാപികർക്ക് സൈക്കോളജിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിനെ കുറിച്ചിട്ടുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, യെസ്, അതാണ് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ആ ഭാഗം ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് വായിക്കണോട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട് സമയം കിട്ടുന്നതിനനുസരിച്ച്. ഓക്കെ, അതാണ് മനഃശാസ്ത്രം തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഇനി ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ പാർട്ട് 2-ലെ ലാസ്റ്റ് ഭാഗമാണിത്. പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തോടുള്ള തീരുവാണ് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ. യെസ്, അതായത് കുട്ടിയും അവന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്.
As a Montessori teachers are expected to communicate with the children of the age group 3 to 6. നിങ്ങൾ ഏത് തരത്തിലുള്ള കുട്ടികളാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഏജ് ഗ്രൂപ്പ് 3 to 6 വയസ്സുള്ള കുട്ടികളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അല്ലെ. They must know their general behavior. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അവരുടെ ജനറൽ ആയിട്ടുള്ള ബിഹേവിയർ അറിഞ്ഞിരിക്കണം അല്ലെ, പൊതുവായിട്ടുള്ള പെരുമാറ്റം ആ പ്രക്രിയ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താണ് ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ്സിൽ എങ്ങനെയാണ്, ഒരു കൂട്ടത്തിൽ എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ ബിഹേവിയർ എങ്ങനെയാണ്, വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പേഴ്സൺ ആയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഈച്ച് വൺസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഓരോ കുട്ടിയുടെയും എന്തറിഞ്ഞിരിക്കണം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സാമൂഹ്യമായുള്ള ചുറ്റുപാടും എങ്ങനെയാണെന്ന് കൂടി അധ്യാപിക പ്രത്യേകിച്ച് മോണ്ടിസോറി ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് 3 to 6 years ഉള്ള കുട്ടികളെയാണ്. അപ്പോ ആ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് എന്തൊക്കെയാണ് അവരുടെ ജനറൽ ബിഹേവിയർ, Behavior in group, individual behavior, family background, each one family background, social background. social background. individual behavior, each one's family background and social background, etc. Okay. Yes. ഇനി കുട്ടികളെ പറ്റി പറയുന്ന സമയത്ത് കുട്ടികളുടെ ഫാമിലിനെ കുറിച്ച് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഏതൊരു സിറ്റുവേഷനിൽ നിന്നാണ് അവർ വരുന്നത്, അവിടെ നിന്നാണ് അവരുടെ എല്ലാ കാര്യങ്ങളും രൂപപ്പെട്ടു വരുന്നത്. പ്രത്യേകിച്ച് ഒരു ബിഹേവിയർ രൂപപ്പെടുന്നതിന്റെ ഉറവിടം എവിടെയാണ്, അവരുടെ ഫാമിലി അല്ലെ. ഓക്കെ. The children face different problems in their family and environment. The rate of addition of language changes according to the environment of each child. അപ്പൊ കുട്ടികൾ അവന്റെ ഫാമിലിയിൽ നിന്നും അവരുടെ ചുറ്റുപാടിൽ നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് അല്ലെ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. The rate of addition of language changes according to the environment of each child. Yes. അതായത് അവരിലുണ്ടാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇമോഷൻസ്, motivation and intelligence are also found varying degree among children. അപ്പൊ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട വരുന്ന എന്തൊക്കെയാണ്, അവരുടെ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകും, മോട്ടിവേഷൻസിന്റെ കുറവുണ്ടാവാം, പിന്നെന്താണ് ഇന്റലിജൻസ് ആയിട്ടുള്ളത്. എല്ലാവരിലും എന്താണ് ഒരേ ഇന്റലിജൻസ് ആയിരിക്കില്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതെല്ലാം കാര്യങ്ങൾ എന്താണ് ഇമോഷൻസ്, മോട്ടിവേഷൻസ്, ഇന്റലിജൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും വ്യത്യസ്തമായിട്ടായിരിക്കും രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ അധ്യാപിക എന്തായിരിക്കണം ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് എഫേർട്സ് to gather children are likely to encounter the individual differences. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളിലും ഒരേ ഇമോഷൻസ് ആയിരിക്കില്ല ഉണ്ടാവുന്നത് അല്ലെ. പല കുട്ടികളിലും പല രീതിയിലുള്ള ബിഹേവിയർ, പല ഇമോഷൻസിൽ കൂടി കടന്നു പോകുന്നതായിരിക്കും. അപ്പൊ പ്രത്യേകിച്ച് അധ്യാപിക മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വലി ഡിഫറൻസ് ആണ്, വ്യക്തി വ്യത്യാസങ്ങളായിരിക്കും ആദ്യം അധ്യാപിക മനസ്സിലാക്കേണ്ടത്. ഓരോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും വ്യത്യാസമായിരിക്കും അല്ലെ. കുട്ടികള് പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും, പല രീതിയിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ മാറ്റേണ്ട കാര്യം എന്താണ്, ഈഗോസെൻട്രിസം എന്നാണ് പറയുന്നത്. ഈഗോസെൻട്രിസം മീൻസ് സ്റ്റിൽ പ്രിവൈൽ വിത്ത് സം ചിൽഡ്രൻ. ചില കുട്ടികളിൽ ആദ്യം രൂപപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്നാണ് എന്ത്, ഈഗോസെൻട്രിസം. എന്താണ് ഈഗോസെൻട്രിസം? അഹംഭാവം എന്ന് പറയും അല്ലെ. അഹംഭാവമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, താനാണ് എല്ലാത്തിലും വലുത് എന്നുള്ള ഒരു ഭാവമുള്ള കുട്ടികളും ആ കാറ്റഗറിയിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ആദ്യം തന്നെ ഇല്ലാതാക്കണം. അത് അധ്യാപിക ചെയ്യേണ്ടത് എന്താണ്, അത്തരത്തിലൊരു ഈഗോസെൻട്രിസം ഉള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി അതിൽ നിന്ന് എടുത്തു കളയേണ്ടതാണ് അല്ലെ. ആ ഒരു ക്വാളിറ്റി അല്ല, ആ ഒരു ഓക്കെ. There may be children with psychological abnormalities and physical disabilities which the teacher has to identify from very beginning.
അത് മാത്രമല്ല ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെ കുട്ടികളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റികളോ ഫിസിക്കൽ ഡിസബിലിറ്റീസോ, അതായത് എന്താണ് അബ്നോർമാലിറ്റീസ്, എന്തെങ്കിലും വൈകല്യങ്ങളോ ശാരീരികമായിട്ടുള്ള ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അധ്യാപികയായിരിക്കണം അത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പോ വെരി ബിഗിനിങ് തന്നെ അത് തുടക്കത്തിൽ തന്നെ അത് ആദ്യം അധ്യാപിക ഐഡന്റിഫൈ ചെയ്തിരിക്കണം. Then different aspects of child development are to be understood by the teacher. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റീസും ഡിസബിലിറ്റീസും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഓരോ കുട്ടിയിലും വ്യത്യസ്ത തരത്തിലായിരിക്കും ഇതൊക്കെ രൂപപ്പെടുന്നത്. ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഓരോരുത്തരിലും ഒക്കെ ഉണ്ടാവുന്നത്. ചൈൽഡ് ആ കുട്ടിയുടെ വികസനത്തിന്റെ ഘട്ടത്തിൽ പല രീതിയിലായിരിക്കും ഓരോ വൈകല്യങ്ങളും ഇല്ലസും സഫറിങ് ഒക്കെ അതിൽ രൂപപ്പെടുന്നു. അപ്പൊ ഒരു അധ്യാപിക എന്താണ് അത് കൃത്യമായ രീതിയിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Yes. During the period of vital growth, children pass through different stages of cognitive, emotional, moral, social, linguistic development. അപ്പൊ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളെ ഡിഫറെന്റ് സ്റ്റേജസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരുടെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച്, ഏജ് മാറുന്നതിനനുസരിച്ച് എന്താണ്, കുട്ടികളെ പല സ്റ്റേജസിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റേജസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. 0 to 7 2 years വരെ, അല്ലെങ്കിൽ 7 to 11 years വരെ പല ഘട്ടത്തിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. ഏതൊക്കെ ഘട്ടം പറയുന്നുണ്ട് അവിടെ? കോഗ്നിറ്റീവ്, ഇമോഷണൽ, മോറൽ, സോഷ്യൽ linguistic. ഇത്തരം ഡെവലപ്മെന്റ്, ഇത്തരം വികസന സ്റ്റേജിൽ കൂടിയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. അത് അധ്യാപിക കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. Then their psychomotor coordinations and skill develop continuously. ഇനി ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കുട്ടികളിൽ എന്തൊക്കെ രൂപപ്പെടുന്നത്? സൈക്കോമോട്ടോർ കോർഡിനേഷൻസ് രൂപപ്പെടുന്നത്. എന്താണ് സൈക്കോമോട്ടോർ കോർഡിനേഷൻസ്? മോട്ടോർ കോർഡിനേഷൻ എന്താണ്? മസിൽസ് ഒക്കെ രൂപപ്പെടുന്നത് നമ്മൾ പഠിച്ചില്ലേ? മസിൽസുകള്, കൈകാലുകളുടെ മൂവ്മെന്റ്സുകളൊക്കെ രൂപപ്പെടുന്നത് അതൊക്കെ ഈ ഒരു ടൈമിലാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്കിൽസുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇവിടെ പറയുന്നത് കുറച്ച് തിയറീസുകളാണ്. അപ്പൊ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ അറിയണമെങ്കിൽ ഈ ബാക്കിയുള്ള തിയറികൾ കൂടി അധ്യാപിക മനസ്സിലാക്കണമെന്നാണ് താഴെയുള്ള പാരഗ്രാഫുകളിൽ പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെ തിയറീസ് ആണോ ഞാനിവിടെ പറയാം. അടുത്ത തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ചിട്ടില്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസുകള് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഒക്കെ പഠിച്ചിട്ടില്ലേ? മറന്നുപോയാ? തിയറി പഠിച്ചു ഉണ്ട്. യെസ്, ആ തിയറീസിലൊക്കെ എന്താ പറയുന്നത്? ഓരോ ഘട്ടത്തിലും കുട്ടികളിൽ ഉണ്ടാകുന്ന വികസനത്തെ കുറിച്ചിട്ടാണ് ആ ചാപ്റ്റേഴ്സിൽ പറയുന്നത്, ആ തിയറികളിൽ പറയുന്നത്. അടുത്ത തിയറിയാണ് എന്ത്? ഫ്രൂയിഡിന്റെ തിയറി. ഫ്രൂയിഡിന്റെ തിയറി എന്താണ്? സ്റ്റേജസ് ഓഫ് ഇമോഷണൽ ഡെവലപ്മെന്റ്. അത് നമ്മൾ പഠിച്ചിട്ടില്ല, അത് നമുക്ക് വരുന്നില്ല. ഫ്രൂയിഡിന്റെ ഇമോഷണൽ തിയറി, അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള സ്റ്റേജസ് ആണ് കുട്ടികൾ കടന്നു പോകുന്നത്, അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള തിയറിയാണ് എന്ത്? ഫ്രൂയിഡ്സിന്റെ സ്റ്റേജസ് ഓഫ് ഇമോഷണൽ ഡെവലപ്മെന്റ്. അടുത്തത് എന്താണ്? എറിക്സൺ സ്റ്റേജ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇതാണ് ഞാൻ പറഞ്ഞു തരാറുള്ളത്. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് അടുത്ത ക്ലാസ്സിൽ എന്തായാലും നമ്മൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. എറിക്സന്റെ സ്റ്റേജ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പൊ ഈ മൂന്ന് തിയറീസ് എന്താണ്? ആർ സം ഓഫ് ദ വർക്ക്സ് ആൻഡ് ജഡ്ജ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് വിച്ച് ആർ യൂസ്ഡ് ടു ടീച്ചേഴ്സ്. അപ്പൊ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് തിയറീസ് എന്താണ്? വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. മൂന്ന് തിയറീസിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു അവയർനെസ് അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം. Without having proper foundation in psychology, a teacher may not succeed in understanding Horvel's ideas of teaching. Kindergartens of Maria Montessori's idea of using dyadic apparatus. അതായത് ഇത്തരം തിയറീസിനെ കുറിച്ച് പ്രത്യേകിച്ചിട്ട് എന്താണ്? ഫ്രോബലിന്റെ ഒരു തിയറി വരുന്നുണ്ട്. കിൻഡർഗാർട്ടനെ കുറിച്ചിട്ടുള്ള ഒരു തിയറിയാണ് ഫ്രോബലിന്റെ തിയറി. അദ്ദേഹത്തിന്റെ ഐഡിയാസുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കിൻഡർഗാർട്ടൻ തിയറി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? മറിയ മോണ്ടിസോറിയുടെ ഐഡിയ എന്താണ്? മറിയ മോണ്ടിസോറി തിയറിയുടെ പേര് എന്താണ്? ഡയാഡാക്റ്റിക് അപ്പാരറ്റസ്. ഓക്കെ, ഡയറാറ്റിക് അപ്പാരറ്റസിനെ കുറിച്ച്. അപ്പൊ ഈ ഒരു തിയറീസ് ഒന്നുമില്ലാതെ ഒരു അധ്യാപികക്ക് എന്താണ്?
ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ ഉണ്ടാകില്ല. സൈക്കോളജിയിൽ പ്രത്യേകിച്ച് ഇത്തരം തിയറീസ് പഠിച്ചാൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ടൊരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ അതിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, തിയറീസും അറിയില്ലെങ്കിൽ നമുക്ക് കുട്ടികൾ ഒരിക്കലും നല്ല രീതിയിൽ സമീപിക്കാനോ പഠിപ്പിക്കാനോ നോളജ് പ്രൊവൈഡ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കാതെ വരും. ഓക്കെ, ആ തിയറിയിലൂടെയാണ് ഓരോ കുട്ടിയെയും നമ്മൾ സമീപിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പഠിക്കുന്ന തിയറികൾ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അതവിടെ കാണിക്കുന്നുണ്ട്, അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന തിയറി ബേസ് ആണ് നമ്മൾ ഓരോ കുട്ടിയെയും പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വ്യക്തമായിട്ടും എല്ലാ ടീച്ചേഴ്സും അറിയിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ HLSന്റെ തിയറി ഞാൻ അത് പഠിപ്പിച്ചു തരാം. എനിക്ക് സ്റ്റേറ്റസ് വരുന്നുണ്ട്, ആ തിയറീസ് ഞാൻ പഠിപ്പിച്ചു തരാം. അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ കുറെ ചെറിയ പോയിന്റ്സുകളായിട്ട് അത് ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, അപ്പൊ അബൌട്ട് സൈക്കോളജിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗം ഇവിടെ അവസാനിച്ചു. അത്രയേ ഉള്ളൂ. ഇതൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ പാർട്ട് 2 കംപ്ലീറ്റഡ് ആണ്. ചാപ്റ്റേഴ്സ് എല്ലാവരും കംപ്ലീറ്റഡ് ആണ്. എല്ലാവരും എടുത്തില്ലേ? എല്ലാവരും എടുത്തില്ലേ ചാപ്റ്റേഴ്സ്? എല്ലാവരും പാർട്ട് 2 എല്ലാവരും കംപ്ലീറ്റഡ് ആയി. ഓക്കെ, ഇനി നമ്മള് ആ തിയറി കഴിഞ്ഞതിന് ശേഷം എന്താണ് ഓരോ പാർട്ട് 3 തുടങ്ങാം. സ്കൂൾ മാനേജ്മെന്റ് എന്ന ഭാഗം തുടങ്ങാം കേട്ടോ. പിന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ. സൈൻ ഔട്ട് ആരാണ്? മിസ് ഞാനാണ്. ആ, പറഞ്ഞോളൂ. മാനേജ്മെന്റ് പാർട്ട് 4 അല്ലേ മിസ്? So, മാനേജ്മെന്റ് പാർട്ട് 4 അല്ലേ? കേട്ടില്ല കേട്ടോ, കേൾക്കുന്നില്ല. സ്കൂൾ മാനേജ്മെന്റ് പാർട്ട് 4 അല്ലേന്ന്? പാർട്ട് 4 3 അല്ല, പാർട്ട് 4. ഓക്കെ, അദീപ പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ആദ്യമായി സൈക്കോളജി എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി ക്ലാസ് എടുത്തു തന്ന നമ്മുടെ ആതിര മിസ്സിന് എൻ്റെയും MT6 ബാച്ചിന് പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഒരു പ്രെയർ പാടി തന്ന ഫർസാനയ്ക്ക് എൻ്റെയും എൻ്റെ MT6 ബാച്ചിലെ സുഹൃത്തുക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് തോട്ട് പറഞ്ഞു തന്ന നമ്മുടെ ഷാദിയയ്ക്ക് എൻ്റെയും MT6 ബാച്ചിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് സൈൻ ഇൻ ചെയ്തു തന്ന ഒരു ആക്ഷൻ സോങ്ങിലൂടെ വളരെ മനോഹരമായി സൈൻ ഇൻ ചെയ്തു തന്ന ഫർസാനയ്ക്ക് എൻ്റെയും MT6ന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അവസാനമായി എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. ഓക്കെ, ബൈ.